4 ദിവസം കൊടുങ്കാടിലകപ്പെട്ട ശരണ്യ എന്നൊരു പെൺകുട്ടി അവിടുന്ന് അതിസാഹസികമായി രക്ഷപ്പെട്ട കഥയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അത് മറ്റൊരു വിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ പറയുന്നത് പച്ചക്കള്ളാണെന്നോ അവൾ ഉഡായിപ്പാണെന്നൊക്കെയാണ് വിമർശകർ പറയുന്നത്. അത് പറയാൻ കാരണം അവൾ പറഞ്ഞ കഥ അവിശ്വസനീയമാണ് എന്ന് കരുതിയിട്ട് അവളെ വാക്കുകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അവിശ്വസനീയമായ പല കഥകളും ലോകത്തിന്റെ പല ഭാഗത്തും ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിൽ ഒരു അമ്മയും 2 മക്കളും പാഡിംഗ് ബോർഡിൽ കടലിൽ ട്രക്കിങ്ങിന് പോയിട്ട് നടുകടലിൽ കുടുങ്ങി. 14 വയസ്സുള്ള മൂത്ത മകൻ കടലിലേക്ക് എടുത്ത് ചാടിയിട്ട് 4 കിലോമീറ്റർ കരയിലേക്ക് നീന്തി അവിടുന്ന് 1 കിലോമീറ്റർ വീട്ടിലേക്ക് ഓടിയിട്ട് സിവിൽ ഡിഫൻസിനെ വിവരം അറിയിച്ചിട്ട് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുക, കയറി കണ്ടുനോക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഒരു അവിശ്വസനീയ കഥയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മുതിർന്നവർക്ക് ഒരു 4 കിലോമീറ്റർ കടലിലൂടെ നീന്തി കഴിഞ്ഞ് കരയിലെത്തിയാൽ തന്നെ പിന്നെ ഒരു അടി മുന്നോട്ട് വെക്കാൻ പറ്റില്ല. ഇതിനെ വിശ്വാസികൾ പറയും ദൈവത്തിന്റെ കയ്യൊപ്പ് എന്ന്, എല്ലാത്തവരും പറയും മിറാക്കിൾ എന്ന്. അതേമാതിരി മിറാക്കിൾ ഇവിടെ സംഭവിച്ചൂടെ? എന്താണ് കേരളക്കാർക്ക് മിറാക്കിൾ സംഭവിക്കില്ല എന്നുണ്ടാവും. വിമർശകരുടെ പ്രശ്നം ഇവൾ ആദ്യത്തെ ദിവസം കാലുവേദന എന്ന് റെസ്റ്റ് ചെയ്ത്, 2ാമത്തെ ദിവസം മഴ നനഞ്ഞു എന്ന് പറഞ്ഞ് റെസ്റ്റ് ചെയ്ത്, 3ാമത്തെ ദിവസം ഡ്രോൺ വലുത് വരുന്നുണ്ടോ നോക്കി റെസ്റ്റ് ചെയ്ത്, കാട്ടിൽ ആരെങ്കിലും അകപ്പെട്ടാൽ രക്ഷപ്പെടാനുള്ള മാർഗ്ഗം നോക്കാതെ കാലുവേദന എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് ഇരിക്കോ എന്നാണ് വിമർശകർ ചോദിക്കുന്നത്. ധൈര്യമുള്ള ഒരു കാലുവേദന അങ്ങനെ ഇരിക്കല്ല, കിടന്ന് ഉറങ്ങും ചെയ്യും, പറയാൻ പറ്റില്ല. മാത്രമല്ല ഇവൾ ആദ്യമായിട്ട് നല്ല ട്രക്കിങ്ങിന് പോകുന്നത്, ഇതിന് മുന്നും പലവട്ടം പോയിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇവൾക്ക് അറിയായിരിക്കും ഒറ്റപ്പെട്ടാൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള അറിയായിരിക്കും. ഒറ്റപ്പെട്ടാൽ ആദ്യം നമ്മൾ പുറത്തുള്ള ഒരാളെ അറിയിക്കുക എന്നുള്ളതാണ്. ഒന്ന് ഫ്രണ്ട്സിനെല്ലാം കൂടെ വന്നവരോ അല്ലെങ്കിൽ ഈ പിന്നെ ഫോറസ്റ്റ് അധികൃതരെ വിവരം അറിയിക്കുക, ജാങ്കോ ഞാൻ പെട്ടു എന്ന് പറയും. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. 2ാമത്തെ സ്റ്റെപ്പ് നമ്മൾ എവിടെ ഉള്ളത് അവിടെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യുക എന്നുള്ളതാണ്. അതിനെല്ലാം ഇപ്പോൾ ഇവളും ചെയ്തത്, അതിലെന്ത് എത്ര സംശയിക്കാൻ. പിന്നെ മറ്റൊരു സംശയം എന്ന് വെച്ചാൽ ഇവൾ രക്ഷപ്പെട്ട് പുറത്ത് വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അവളെ ബോഡി ലാംഗ്വേജ്, 4 ദിവസം പട്ടിണി കിടന്ന ഒരു ലക്ഷണം അവളെ ബോഡിയിലില്ല. മാത്രമല്ല അവളെ വാക്കുകൾക്ക് പേടിയുടെ ഒരു ഇറച്ച പോലും ഇല്ല എന്നാണ് വിമർശകർ പറയുന്നത്. അത് മറ്റൊന്നും കൊണ്ടുള്ള ധൈര്യം കൊണ്ടാണ്. മനസ്സ് തളർന്നിട്ടില്ല എങ്കിൽ ശരീരവും തളരൂല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 ദിവസമല്ല ഒരാഴ്ചയും ഭക്ഷണം ചെയ്യാതെ പിടിച്ചു നിൽക്കും. അപ്പൊ അതുകൊണ്ട് സംശയിക്കുന്നത് തെറ്റെന്ന് മനുഷ്യ സഹജമാണ്. പ്രത്യേകിച്ച് കേരളക്കാർക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണേണ്ട ഭയങ്കര സംശയമാണ്. പക്ഷെ ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി പറഞ്ഞതിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള തെളിവ് വേണം. അതില്ലാതെ അവള് പറഞ്ഞത് കളവാണ്, അവൾ ഉടായിപ്പാണ് എന്ന് പറയുന്നത് തെറ്റാണ്, മോശമാണ്, അസൂയാണ്. നമുക്ക് പറ്റാത്തത് അവൾക്ക് പറ്റില്ലോ എന്നുള്ള അസൂയാണ്, വേറൊന്നുമല്ല. ഇതുപോലത്തെ സാഹചര്യങ്ങൾ എങ്ങനെ തരണം ചെയ്യണമെന്ന് ശരണ്യയെ കണ്ടു പഠിക്കട്ടെ മറ്റു പെൺകുട്ടികളും ആൺകുട്ടികളും. അതുകൊണ്ട് ശരണ്യ, ഗോഡ് ബ്ലസ് യു.